കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴയാണ്. കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. അതിൻ്റെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിൻ്റെ പ്രാഥമിക നടപടി എന്ന വണ്ണമാണ് ഇതിപ്പോൾ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും ഉണ്ട് എന്നതാണ്. ഞാനിപ്പോൾ ചേമഞ്ചേരിയിലാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട രണ്ടെണ്ണമായി ഇതുപോലെ ഈ വിധത്തിലായിട്ട്. ഏതായാലും ശക്തമായ മഴ എല്ലായിടത്തും തുടരുകയാണ്. മലയോരത്തായാലും തീരദേശത്തായാലും നഗരത്തിലായാലും അതിശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. വിലങ്ങാട് പാലത്തിൽ വെള്ളം കയറി എന്നതാണ്. അതായത് മലയോര മേഖലയിൽ മഴ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ താഴ്ഭാഗത്തുള്ള പാലത്തിലേക്കടക്കം വെള്ളം അടിച്ചു കയറി മലവെള്ളപ്പാച്ചിലുണ്ടായി. ഇന്നലെ ഉച്ചതിരിഞ്ഞും ഇവിടെ മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നതാണ്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്ത് വെള്ളം കയറിയ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ തന്നെ തുടരുകയാണ്. വെള്ളം ഒഴുകി പോകുന്നില്ല എന്നതാണ് ആകെയുള്ള സ്ഥിതി. മാളിക്കടവ് നമുക്ക് മറ്റ് വിവരങ്ങൾ നൽകുകയും ചെയ്യാം. എന്തായാലും കറുത്ത മഴയാണ്, നല്ല തോതിൽ പനിയൊക്കെ ഉണ്ട് സംസ്ഥാനത്ത്. ഇപ്പോൾ ആപത്തൊന്നും വിളിച്ചെടുത്തണ്ട. അതുകൊണ്ട് മഴ കൊള്ളാൻ കഴിയാത്ത ഒരിടത്തു നിന്ന് വിവരങ്ങൾ നൽകിയാൽ മതി. കോഴിക്കോടെ ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. കക്കയം ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ട് ഒഴുകുന്ന ശക്തമായ ഒഴുക്കാണ് ആ പാലത്തിന് മുകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ, കുട പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വിവരങ്ങൾ പറഞ്ഞോളൂ. കക്കയം ഡാമിൽ നിന്ന് ശക്തമായ ഒഴുക്കാണ് നമ്മൾ കാണുന്നത്. പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറി പോകുന്നുണ്ട്. അവിടത്തേക്ക് വിനോദസഞ്ചാരികളുടെ യാത്ര നിരോധിച്ചിട്ടുണ്ട്. യാത്രാ നിരോധനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് അധികൃതർ അത് പ്രഖ്യാപിക്കുന്നത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത്രയധികം അപകടം ഏത് സമയത്തും വരാൻ കഴിയുന്ന ഇടങ്ങളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. മലവെള്ളപ്പാച്ചിലിന്റെ ശക്തി എത്രത്തോളം എന്ന് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരൊക്കെ പങ്കുവെച്ച് നൽകിയിരിക്കുന്നത്. അത്രമേൽ ശക്തമായ ഒഴുക്കാണ് അവിടെ ഉള്ളത്. കക്കയം ഡാമിൽ ബ്ലൂ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ, വിവരങ്ങൾ. വെലങ്ങാട് പാലാ മോനെ, ഞാനിവിടെ വന്ന് പെട്ട്. ശരി, അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കുട മുകളിലേക്ക് മലർന്നു പോയി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത്രമേൽ നല്ല കാറ്റും മഴയും ഒക്കെയാണ് രാഹുൽ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഇടത്തുള്ളത്. അവിടെ നിന്നുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശക്തമായ വെള്ളമൊഴുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോഴിക്കോട് വലിയ തോതിൽ പലയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതോടെയാണ് കക്കയം ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് കക്കയത്ത് ഉരുൾപൊട്ടലുണ്ടായത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടായിരിക്കും. കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ മേഖലകളെയൊക്കെ ഉത്തര കേരളത്തെ ആകെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നതും മണ്ണിടിച്ചിൽ തന്നെയാണ്. ശക്തമായ മഴ രാത്രി ഉണ്ടാകുമ്പോൾ കുറച്ചു മുമ്പാണ് കണ്ണൂരിൽ നിന്ന് നമ്മളൊരു ദൃശ്യം കണ്ടത്, മതിലിടിഞ്ഞു വീഴുന്നത്. അത്തരത്തിലുള്ള മതിലിടിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങളെയൊക്കെ വലിയ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. രാഹുൽ, കേൾക്കാമെങ്കിൽ വിവരങ്ങൾ. അത് കോഴിക്കോട് ജില്ലയിൽ എല്ലായിടത്തും സർവ്വസ്ഥലത്തും ശക്തമായ മഴയാണ്. ഇടയ്ക്ക് മഴയുടെ തോത് കുറയുന്നുണ്ട് എന്നല്ലാതെ തോരുന്നില്ല. മലയോര മേഖലയിലാണ് കാര്യമായി തന്നെ മഴ പെയ്തിട്ടുള്ളത്. രാത്രിയും പുലർച്ചെയുമായൊക്കെ പെയ്ത മഴയിൽ വിലങ്ങാട് മലവെള്ളപ്പാച്ചിലുണ്ടായി എന്നതാണ്. അതായത് വനമേഖലയിൽ മഴ പെയ്ത് വെള്ളം നേരെ കുത്തിയൊലിച്ച് വിലങ്ങാട് പുഴയിലേക്ക് അവിടെ മലവെള്ളപ്പാച്ചിലുണ്ടായി. ഇന്നലെ ഉച്ചതിരിഞ്ഞ് മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. പാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. അതുപോലെ വിലങ്ങാട്ടെ വിദ്യാലയങ്ങൾക്ക് ഇന്ന് രാവിലെ ഇതുകൊണ്ട് തന്നെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. അത് 2-3 ദിവസമായി വെള്ളത്തിനടിയിലായ സ്ഥിതിയാണ്. മാളിക്കടവ് ബാലുശ്ശേരി റോഡ് വെള്ളത്തിനടിയിലാണ്. 3 ദിവസമായി ഇത് തന്നെയാണ് സ്ഥിതി. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. വെള്ളം വളരെ കുറച്ച് മാത്രമേ ഒഴുകി പോകുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് വെള്ളം കയറിയ പ്രദേശത്ത് നിന്ന് വെള്ളം കാര്യമായി തന്നെ ഒഴുകി പോകുന്നില്ല എന്നൊരു സ്ഥിതിയാണുള്ളത്. മാവൂരിലും ഈ വിധത്തിൽ തന്നെയാണ്. ജില്ലയിൽ നിന്ന് വിദ്യാലയങ്ങൾക്ക് അവധിയായുള്ളത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് മാത്രമാണ്. മഴയ്ക്കൊപ്പം തന്നെ കാറ്റും വലിയ നാശനഷ്ടം വിതയ്ക്കുന്നുണ്ട്. മരമൊടിഞ്ഞു വീണും ഒക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടം, വൈദ്യുതി തടസ്സപ്പെടുക, ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയൊക്കെയുണ്ട്. ഒപ്പം ഇന്നലെ രാത്രി നാദാപുരത്ത് ഒരു വീട് തകരുന്ന സ്ഥിതിയുമുണ്ടായി. വീട്ടുകാരുണ്ടായിരുന്നു അകത്ത്. ശബ്ദം കേട്ട് ഓടി മാറിയതിനാലാണ് വലിയ രീതിയിലുള്ള അപകടം ഒഴിവായത്. ശരി, രാഹുൽ കെ വിയാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.